അത് ഗൾഫുകാരൻ സലീമിന്റെ വീടാണ്. ഇത്രയും വലിയ വീട് വെക്കാൻ കോടികൾ തന്നെ വേണ്ടി വരും. അതിനെന്താ അവിടെ നിന്ന് അറബിയെ പറ്റിച്ചുണ്ടാക്കിയ പണമല്ലേ? അറബിയെ പറ്റിച്ചോ? പിന്നല്ലാതെ എല്ലാവരും പെട്ടെന്ന് പണക്കാരാകുന്നത് എങ്ങനെയാ? തട്ടിപ്പും വെട്ടിപ്പും നടത്തി തന്നെ. നിനക്കങ്ങനെ അങ്ങോട്ട് നോക്കിയൊക്കെ എടുത്ത അവളെ തടിയായി. നല്ല തീറ്റക്കാരനായിരിക്കും ആനക്കുട വേറെ. തീറ്റ കൊണ്ട് മാത്രം അങ്ങനെ തടിയുണ്ടാകുമോ? എന്റെ സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് നിർത്തുന്നുണ്ടോ? എന്താ സ്വാലിഹ്, എന്ത് പറ്റി? ഞാൻ പറഞ്ഞതിൽ എന്താ കുഴപ്പം? കുറ്റം മാത്രം കണ്ടെത്തുന്നത് തന്നെയാണ് ആദ്യത്തെ ഞാനുള്ള കാര്യമല്ല പറയുന്നത്, അതെങ്ങനെ കുറ്റമാകും? നിനക്കറിയാമോ അതിന്റെയൊക്കെ പരമാർത്ഥം? എന്റെ ഊഹവും നിഗമനവുമാണ്. അതിനെന്താ? ഊഹങ്ങളെല്ലാം നേരാകണമെന്നുണ്ടോ ഫഹദെ? പുണ്യനബി പറഞ്ഞിട്ടുള്ളത് എന്താണ്? സംസാരത്തിൽ നന്മ മാത്രം കാണുക. അതെ. ഇപ്പോൾ നീ പറഞ്ഞത് നിനക്കോ നമുക്കോ എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങളായിരുന്നോ? ഇപ്പോൾ പരദൂഷണം, ഊഹം, കളവ് പറയൽ, കുറ്റപ്പെടുത്തൽ തുടങ്ങിയവ തെറ്റുകളാണ് നടന്നത്. എന്റെ പഠിച്ചാനെ, നമ്മുടെ നാവ് എന്ന അവയവം മൂലം നമ്മുടെ സൽക്കർമ്മങ്ങൾ നശിച്ചുപോകും. എല്ലില്ലാത്ത നാവിനെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കേണ്ടതുണ്ട്. ശരിയാണ് സ്വാലിഹ്. എന്നോട് പൊറുക്കണേ റബ്ബേ. സ്വാലിഹ്, നീ ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചു.